ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളിവിടെ ഒരു ജോലിയിലാണ്. കപ്പയ്ക്ക് ചിക്കുകയാണ്. കപ്പയ്ക്ക് മണ്ണ് കൂട്ടി ഇടുന്നു. അതിനെന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ ചേട്ടനാണ് ചെയ്യുന്നത്. കുറേ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇതിന് മുമ്പേ ഇവിടെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വിളവെടുത്ത് അത് കപ്പ ഉണ്ടായിരുന്നു. എലിയുടെ ശല്യം ഉണ്ട്, എന്നാലും കുറേയൊക്കെ കിട്ടി നമുക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ കപ്പ തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെയെല്ലാം കുറച്ച് വലിയ കപ്പയാണ്. അത് 1-2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കപ്പ കാണും. ഒന്ന് നട്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് ഇങ്ങനെ സ്ഥലം ഒഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് നടും. എൻ്റെ പനിയാണ്, അതുകൊണ്ടാണ് സൗണ്ടെല്ലാം പോയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് പനിയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 1-2 മാസം കഴിയുമ്പോഴത്തേക്കും ഇതും നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കപ്പ കഴിക്കാൻ എപ്പോഴും കാണും. ഇവിടെ എല്ലാം കപ്പ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വഴുതനങ്ങി, 2-3 വഴുതനങ്ങി. ഇത് കഴിഞ്ഞ സീസണിൽ നമ്മൾ വഴുതന നട്ടിരുന്നു. അപ്പോൾ അത് അപ്പോഴങ്ങ് ഉണങ്ങിപ്പോയായിരുന്നു. എന്നിട്ടിപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ രണ്ടാമത് തനിയെ പിടിച്ച് വരുന്നു, പൂവൊക്കെ പിടിച്ച് വരുന്നു. ഇതെല്ലാം ഇനി ചിക്കണം, മണ്ണ് വെട്ടിക്കൂട്ടണം. അതിനിവിടെയൊക്കെ ചിക്കുന്നതെന്നാണ് പറയുന്നത്. മരക്കമ്പ് ചിക്കുന്നെന്ന് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ ഭാഷയിൽ. പിന്നെ ഇവിടെ ഒരു വെണ്ട പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മൂട് വഴുതന ഉണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ നട്ടിരുന്നു. ഇപ്പോൾ മഴ പെയ്യപ്പോഴത്തേക്കും അത് തനിയെ കിളിർത്ത് തനിയെ വഴുതനങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പൂവെല്ലാം വരുന്നുണ്ട്. വഴുതന ഇപ്പോൾ കൂടുതലായതുകൊണ്ട് ഇവിടെ വീട്ടിൽ കഴിക്കാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇഞ്ചി നട്ടിട്ട് കപ്പയ്ക്ക് ചിക്കുന്നത്. അവിടെ എല്ലാം ചിക്കിയിട്ടുണ്ട്. നേരത്തെ ചിക്കിയതാണ് ഇതൊക്കെ. ഇനിയും കുറച്ചും കൂടെ ഉണ്ട് ചിക്കാൻ. ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു റംബൂട്ടാൻ്റെ തൈയാണ്. ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ റംബൂട്ടാൻ കഴിച്ചിട്ട് വെറുതെ കുറേ അരിവാരി ഇങ്ങോട്ട് എറിഞ്ഞു. കിളിർത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പിടിച്ചായിരുന്നു. പക്ഷെ അതിൽ ഒന്ന് മാത്രം വരുന്നുണ്ട്, നല്ലോണം വലുതായി വരുന്നുണ്ട്. ഇതിനകത്ത് വളം ഇട്ടിട്ടാണ് ചിക്കുന്നത്. ആദ്യം നമ്മൾ നടാൻ നേരത്ത് ചാമ്പലും ചാണകവും എല്ലാം ഇട്ടിട്ടാണ് നട്ടത്. ഇപ്പം പിന്നെ സൂപ്പർ മെരിന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്, അതാണ് നമ്മൾ ഇടുന്നത്. അല്ലാതെ കെമിക്കലായിട്ടുള്ള സാധനമൊന്നും ഉപയോഗിക്കത്തില്ല നമ്മൾ. സൂപ്പർ മെരിന്ന് പറഞ്ഞൊരു മിക്സ് വളമുണ്ട്, അത് വാങ്ങിച്ച് കുറേശ്ശെ ഇടും. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വാഴ കൊല വരുന്നുണ്ട്.